ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, ആദ്യമായിട്ട് കോഴിയെ വളർത്താൻ ആഗ്രഹിക്കുന്നവർ കോഴിക്കുഞ്ഞുങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും, തനി നാടൻ കോഴിയെ വാങ്ങിച്ച് വളർത്താൻ ആഗ്രഹിക്കുന്നവർ എങ്ങനെ ഉള്ള കുഞ്ഞുങ്ങളെ വാങ്ങിക്കണമെന്നും, എത്ര പ്രായമായതിനെ വാങ്ങിക്കണം, അതിൻ്റെ തീറ്റയെക്കുറിച്ചും അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചുമാണ്. അപ്പം നമ്മൾ ആദ്യമായിട്ട് ആ കോഴിയെ വാങ്ങിച്ചു തുടങ്ങും. നമ്മുടെ വീട്ടിൽ കോഴിയൊന്നുമില്ല, നമ്മളൊരാഗ്രഹത്തിന് ഒരിടത്തുനിന്ന് കോഴിയെ വാങ്ങിക്കുന്നു. ഇപ്പോൾ നമുക്ക് കോഴിയെ വാങ്ങിക്കാൻ വേണ്ടി ഇപ്പോൾ ഫേസ്ബുക്ക്, യൂട്യൂബോ അങ്ങനെ പല മേഖലകളിൽ നമ്മൾ ഇഷ്ടംപോലെ പരസ്യങ്ങൾ കാണും. അപ്പോൾ പലപ്പോഴും നമ്മൾ വാങ്ങിക്കുന്നത് ഡേ ഓൾഡ് കുഞ്ഞുങ്ങളെയാണ്. അതായത് ഒരു ദിവസം പ്രായമായ കുഞ്ഞുങ്ങളെ മുതൽ ഒരാഴ്ച പ്രായമായ കുഞ്ഞുങ്ങൾ വരെയുണ്ട്. അപ്പം ഒരു തുടക്കക്കാരാണ് നിങ്ങളെങ്കിൽ ഞാൻ ഒരിക്കലും ഒരു ദിവസം പ്രായമായതിനോ ഒരാഴ്ച പ്രായമായതിനോ വാങ്ങിക്കരുതെന്നേ പറയും. പറയാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ, ഏകദേശം 16 മുതൽ 21 ദിവസം വരെ ചൂട് കൊടുക്കണം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ, അതായത് നമ്മുടെ നാട്ടിൽ ഇത്രയും ചൂടുള്ളത് കൊണ്ട് ചൂട് നമുക്ക് കുറച്ച് കൊടുത്താൽ മതി. അതേ സമയം എന്നാലും അത്യാവശ്യം ചൂട് കൊടുത്ത് ഇവയെ വളർത്താൻ പറ്റത്തുള്ളൂ. അപ്പം തുടക്കക്കാരായി കഴിയുമ്പം ഇതിനെ എങ്ങനെ പരിചരിക്കണം എന്നതിനെക്കുറിച്ച് വലിയ അറിവുണ്ടായിരിക്കില്ല. ഇപ്പോൾ തനി നാടൻ കോഴിയെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ പറ്റുവാണെങ്കിൽ കുറച്ചുകൂടെ പൈസ കൂടുതൽ കൊടുത്തിട്ടാണെങ്കിലും തള്ളയും കുഞ്ഞുങ്ങളെയും കൂടെ വാങ്ങിക്കാൻ പറ്റുവാണെങ്കിൽ അത് വലിയൊരു കാര്യമായിരിക്കും. കാര്യം നമുക്കധികം ബുദ്ധിമുട്ട് വരത്തില്ല. കാര്യം അതിൻ്റെ തള്ളയുള്ളതുകൊണ്ട് അത് ചൂട് കൊടുത്തോളം നമ്മൾ ലൈറ്റ് ഇട്ട് കൊടുക്കേണ്ടതായ ആവശ്യമില്ല. അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും വരത്തില്ല. പിന്നെ ഇനി വൺ ഡേ ഓൾഡ് ഉള്ളതിനെ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇവയെ ആദ്യം കൊണ്ട് നമ്മൾ ചുമ്മാതെ കൊണ്ടുവന്ന് കുഴിക്കൂട്ടി ഇടാൻ പറ്റത്തില്ല. നമ്മളൊരു പേപ്പർ നല്ലതായിട്ട് നമ്മൾ ചുളുക്കിയിട്ട് അതിട്ടുണ്ടാകും, ഇതിൻ്റെ കാലിന് ഗ്രിപ്പ് കിട്ടാൻ വേണ്ടി. അതോടൊപ്പം തന്നെ വെള്ളമെല്ലാം ചെറിയ കപ്പിനകത്ത് വെക്കണം. അതായത് നിങ്ങൾ മുങ്ങിയോ ഒന്നും വീണ് കിടക്കുന്നതോ സാഹചര്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി. തീറ്റയൊക്കെ നമ്മളിപ്പോൾ ചിലർ സ്റ്റാർട്ടർ കൊടുക്കും, ചിലർ അരി കൊടുക്കും. അതെല്ലാം പൊടിച്ച് വളരെ കുഞ്ഞതായിട്ടേ കൊടുക്കാവൂ ഈ തീരെ കുഞ്ഞുങ്ങളെ വാങ്ങിക്കുകയാണെങ്കിൽ. തുടക്കക്കാരെപ്പോഴും ഒരു 45 ദിവസമെങ്കിലും കഴിഞ്ഞ്, അല്ലെങ്കിൽ ഒരു 2 മാസമെങ്കിലും കഴിഞ്ഞ് കോഴി കുഞ്ഞുങ്ങളെ വാങ്ങിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇപ്പം നമ്മൾ ഇതുപോലെ തന്നെ പല വെറൈറ്റി നാടൻ കോഴി പലയിടത്തും കാണാം. 60 കോഴി, 90 കോഴി, കാപ്പിരി കോഴി, നേക്കഡ് നെക്ക്, അങ്ങനെ പലതും കാണാം. ഇപ്പോൾ എൻ്റെ ഒരു സജഷന് ഞാൻ പറയുകയാണെങ്കിൽ, ആദ്യമായിട്ട് നമ്മൾ തനി ഓൾഡ് ലൈനേജ് കോഴികളെ, പുള്ളിക്കോഴികളോ അങ്ങനെ ഒന്നും എടുക്കാതെ ഓൾഡ് ലൈനേജ് കോഴികളെ നമ്മൾ എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതായത് നമ്മുടെ പഴയ കളറുകൾ. ഈ കാപ്പിരി കോഴികളിലൊക്കെ വരുമ്പം എല്ലാവരുമല്ല ഞാൻ പറയുന്നത്, കുറേയേറെ പേരെ കഴിക്കുന്ന ക്രോസ് ബ്രീഡുകൾ മിക്സഡ് ആണ്. കാര്യം അതിനാണ് മാർക്കറ്റെന്ന് കണ്ടിട്ട് അവരങ്ങനെ. പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവയെ വാങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇത് കുറേ കോഴികൾ, അതായത് പല ബ്രീഡ് കോഴികൾ മിക്സഡായിട്ടിട്ട് വളർത്തുന്നവരുണ്ട്. അവരുടെ കയ്യിൽ നിന്ന് തനി നാടൻ കോഴികളെ വാങ്ങിക്കരുത്. അതോടൊപ്പം തന്നെ ഇത് ഓൺലൈനിൽ നമ്മൾ വാങ്ങിക്കുന്നു, എടുക്കുന്നു, ഇതിൻ്റെ വിശ്വാസ്യത എന്ന് വെച്ച് വലിയൊരു കാര്യമാണ്. പലപ്പോഴും നമ്മൾ ഫേസ്ബുക്കിൽ പല ഗ്രൂപ്പുകളിലും കാണാം, പൈസ വാങ്ങിച്ചു കോഴി അയച്ചു കൊടുത്തില്ല, കോഴിക്ക് ഹെൽത്ത് ഇഷ്യൂസ് വന്നു, വാങ്ങിച്ച് കുറേ ദിവസത്തിനകം ചത്തുപോയി, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഈ വാങ്ങിക്കുന്ന ആളും കൊടുക്കുന്ന ആളും തമ്മിലുള്ളൊരു ബന്ധമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് കുറേ നാളായിട്ട് മാർക്കറ്റിൽ നിൽക്കുന്ന ആളായിരിക്കണം. അദ്ദേഹം കുറച്ച് കോഴികളുമായിട്ടൊക്കെ ബന്ധമുള്ള ഒരാളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ ശ്രമിക്കണം. പറ്റുവാണെങ്കിൽ നമ്മൾ ഈ ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. തീരെ കുഞ്ഞുങ്ങളെയൊക്കെ എടുക്കുന്നത് നമ്മുടെ പരിസരത്ത് എവിടുന്നേലും നമ്മൾ പോയി കണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട് എടുത്തുകൊണ്ട് വരുന്നതാണ് നല്ലത്. പിന്നെ നമ്മൾ ഈ ഡേ ഓൾഡ് കുഞ്ഞുങ്ങളെ എടുക്കുമ്പോൾ ഏറ്റവും വലിയൊരു കുഴപ്പമെന്ന് വെച്ചാൽ എനിക്ക് തോന്നിയിട്ടുള്ളത്, അത് പൂവനും പെടയും നമ്മൾ തിരിച്ചറിയാൻ പറ്റത്തില്ല. എന്നെ സംബന്ധിച്ച് എനിക്കറിയത്തില്ല. ഏകദേശം 1 മാസമൊക്കെ ആകുമ്പോൾ എനിക്ക് മനസ്സിലാവും ഇത് ഏകദേശം ഇത് മെയിലാ ഫീമെയിലാണ്. അല്ലെങ്കിൽ എന്തോ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എങ്ങനെയൊക്കെ മുട്ട സെലക്ട് ചെയ്ത് വെച്ചാലും കൂടുതലും പൂവൻ കുഞ്ഞുങ്ങളാണ് വരുന്നത്. ഇപ്പം 10-12 കുഞ്ഞുണ്ട്, ചിലപ്പോൾ 7 പൂവനൊക്കെ ആയിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിക്കുന്നവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ അത് വലിയ ബുദ്ധിമുട്ടാണ്. 7 പൂവൻ കുഞ്ഞുങ്ങളാകും, പിന്നെ ബാക്കി ഇത്ര പെടക്കുഞ്ഞുങ്ങളേ ഉള്ളൂ. അപ്പം 1-2 പൂവനാണെങ്കിലും കുഴപ്പമില്ല. കൂടുതൽ പൂവൻ വരാറുണ്ട്. ഞാനാണെങ്കിൽ നമ്മൾ ഈ പലയിടത്തും കണ്ടിട്ടുള്ള റൗണ്ട് മുട്ട മാത്രം സെലക്ട് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ വെക്കുന്നത്. എന്നാലും എത്ര മുട്ട സെലക്ട് ചെയ്തെന്ന് വെച്ചാലും അതിനകത്ത് പലപ്പോഴും ഇങ്ങനെ വരാറുണ്ട്. പിന്നെ നമ്മൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പുതിയൊരു സാഹചര്യത്തിലോട്ട് വന്ന് കഴിയുമ്പോൾ ഉടനെ വെച്ചാൽ ഇവയ്ക്ക് ഇപ്പം തണുപ്പടിക്കാതിരിക്കാനുള്ള സൗകര്യം വേണം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ, അതായത് ഇത്രയും ചൂടുള്ള ഒരു ക്ലൈമറ്റ് ആയിരിക്കുമ്പോൾ എപ്പോഴും ഇവയ്ക്ക് കുടിക്കാൻ ശുദ്ധമായ വെള്ളം കൊടുക്കണം. വെള്ളം നമ്മൾ മാറ്റി കൊടുക്കണം. ദിവസവും വെള്ളം മാറ്റി കൊടുക്കണം. അതോടൊപ്പം തന്നെ തീറ്റയിലൊക്കെ എന്തെങ്കിലും പൂപ്പലോ ഫംഗസോ ഉണ്ടോ എന്ന് നോക്കണം. ഇപ്പോൾ ഏത് തീറ്റയാണ് കൊടുക്കുന്നതെങ്കിലും വൃത്തിയായിട്ടുള്ള സാഹചര്യത്തിൽ നമ്മളിതിനെ വളർത്തണം. അപ്പോൾ തീരെ കുഞ്ഞുങ്ങളെ ലൈറ്റൊക്കെ ഇട്ട് കൊടുത്ത് വളർത്താനുള്ള സാഹചര്യത്തിലുള്ള നമ്മൾ എടുക്കാതിരിക്കുക. കൂടുതലായിട്ടുള്ള ഫാൻസി, പുള്ളി, കാപ്പിരി, നേക്കഡ് നെക്ക് എല്ലാം കൂടെ ഉള്ളതിനെ നമ്മൾ അങ്ങനെയൊക്കെ കൂടുതൽ വിലയുള്ളതിനെ എടുക്കാതെ
ഓൾഡ് ലൈനേജ് എടുത്ത് നമ്മൾ പേരൻറ് സ്റ്റോക്ക് സെറ്റ് ചെയ്യുക. അതിനൊപ്പം പിന്നെ നമുക്ക് കുറച്ച് നമ്മൾ അറിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഇതിനുമായിട്ടൊക്കെ വളർത്തി കഴിഞ്ഞ് നമ്മൾ കാര്യങ്ങൾ പഠിച്ചു കഴിയുമ്പം നമുക്കറിയാൻ പറ്റും. ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ഒത്തിരി പേര് ഇതിനെ വർഷങ്ങളായിട്ട് വളർത്തുന്നവരെ കോൺടാക്റ്റുകൾ നമുക്ക് കിട്ടും. അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ അടുത്തടുത്ത ഓരോന്നിനെ നമ്മൾ പുതിയ കാപ്പിരി വേണമെങ്കിൽ കാപ്പിരി, നേക്കഡ് നെക്ക് വേണമെങ്കിൽ നേക്കഡ് നെക്ക്, പുള്ളി ലൈനേജ്, അങ്ങനെ ഓരോന്നും നമ്മൾ വാങ്ങിക്കുക. പുള്ളി ലൈനേജ് ഒന്നും അധികം 3-4 പെടയും പൂവനും ഒരു പൂവനെ വാങ്ങിച്ചാൽ മതി. നമുക്ക് ഇഷ്ടംപോലെ കുഞ്ഞുങ്ങൾ ഇറങ്ങി കിട്ടും. പിന്നെ പൂവനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നതാണ് നല്ലത് ബ്രീഡിങ് ചെയ്യുമ്പോൾ. അതായത് സെയിമായിട്ട് നമ്മൾ ഇൻബ്രീഡിങ് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാനത് പറഞ്ഞത്. അപ്പം തുടക്കക്കാരെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം മെയിനായിട്ട് ഒരു 2 മാസമെങ്കിലും കഴിഞ്ഞ് ഇപ്പോൾ ഒരു 7 പെടയ്ക്കൊക്കെ ഒരു പൂവൻ മതി നമുക്ക്. അപ്പോൾ നമ്മൾ ഒരു 3-4 പെടയ്ക്ക് ഒരു പൂവനും 2 പൂവനും ഉണ്ട് നമുക്ക് ആവശ്യമില്ല. 2 പൂവനും 3 പൂവനും ഉണ്ട്. 7 പെട മാക്സിമം ഒരു 10 പെടയ്ക്ക് ഒരു പൂവൻ മതി. ആ രീതിയിൽ നമ്മൾ വളർത്താൻ ശ്രമിക്കണം. അപ്പോൾ മാക്സിമം പെടയെ നമ്മൾ എടുക്കുകയും പൂവൻ്റെ എണ്ണം കുറയ്ക്കുകയും ചെയ്യണം. അതിനായിട്ട് നമ്മൾ ഏകദേശം നാടൻ കോഴി, അതായത് തനി നാടൻ കോഴിയാണ് എടുക്കുന്നതെങ്കിൽ ഒരു 2 മാസമെങ്കിലും കഴിഞ്ഞതിനെ, കാര്യം അതിന് വലിയ വലിപ്പം വരത്തില്ല, നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 2 മാസം കഴിഞ്ഞതിനെ നമ്മൾ സെലക്ട് ചെയ്യുക. അതല്ല സങ്കര ഇനങ്ങളെ വല്ലതുമാണ് നിങ്ങൾ സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു 45 ദിവസം കഴിഞ്ഞ് R2B വാക്സിനേഷനും കഴിഞ്ഞ്, ഈ നാടൻ കോഴി ആണെങ്കിലും വാക്സിനേഷനൊക്കെ കഴിഞ്ഞതിനെ തന്നെയാണോ, വാക്സിനേഷൻ എടുത്താണോ, ഹെൽത്തി ആണോ, ഇതിപ്പോൾ നമ്മളിപ്പോൾ ട്രാൻസ്പോർട്ടേഷനിലൂടെയാണ് നിങ്ങൾ വാങ്ങിക്കുന്നതെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു വീഡിയോ അയക്കാനും, അത് കഴിഞ്ഞ് നമുക്കിവിടെ വരുന്നതിനപ്പുറം ഒരു ഉത്തരവാദിത്വം ഉണ്ടോ, ചോദിക്കുന്നോ എടുക്കുന്നോ, അങ്ങനെയുള്ളവരുടെ കയ്യിൽ നിന്ന് മാത്രം വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. എപ്പോഴും ഹെൽത്തി ആയിട്ടുള്ളതിനെ മാത്രം എടുക്കുക. ഡേ ഓൾഡ് ചിക്സിനെ മാക്സിമം തുടക്കക്കാരെടുക്കാതിരിക്കുക.